അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് നൽകി, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. ഒരിക്കൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചറപ്പ് പരീക്ഷിക്കുകയാണ്. ഒരു മാരകമായ രോഗം അല്ലാഹു നൽകുകയാ. കൂടെയുണ്ടായിരുന്ന ഭാര്യമാരെല്ലാം മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കൈയൊഴിയുകയാ. അവസാനം റഹ്മ എന്ന് പറയുന്ന ഒരു ഭാര്യ മാത്രമേ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ആ നാട് കടത്തിയ സന്ദർഭം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ ആ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കിയില്ലയോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായില്ലയോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് ശത്രുതയുണ്ടായില്ലയോ? ഫിർഔനിന്റെയും ചെങ്കടലിന്റെയും മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തില് അവിടുത്തെ വിശ്വാസികൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ച സന്ദർഭം വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നില്ലയോ? ഈ മൂസാ നബിയെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ അനുയായികളോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അവിടുത്തെ ജനങ്ങളെ രക്ഷിച്ചില്ലയോ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെയും അവന്റെ അനുയായികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചില്ലയോ? ഇവിടെയും തവക്കുലാണ് പ്രിയമുള്ളവരെ. പിന്നെയും എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കണേ, സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ കാര്യത്തിൽ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചില്ലയോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായപ്പോ അവര് കൊന്നുകളയുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിന്റെ പ്രവാചകരും അവിടുന്ന് സൗറന്ന ഗുഹയിൽ ഒളിച്ചപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ, ഏ നബിയേ, അവര് നമ്മെ കൊന്നുകളയില്ലേ നബിയേ എന്ന് ചോദിക്കുമ്പോ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറേ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോ അവിടുന്ന് രക്ഷപ്പെടുത്തിയില്ലേ? പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, പ്രവാചകന്മാര് പോലും അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളുടെ വേളകളിലെല്ലാം ജീവിതം മുഴുവനും അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാമും അതുപോലെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചപ്പോൾ അല്ലാഹു അവരെയെല്ലാം എല്ലാ ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അല്ലാഹു സംരക്ഷിച്ചില്ലേ? നാം മനസ്സിലാക്കണം, ഇങ്ങനെ നബിമാർ പോലും ജീവിതത്തിൽ പല സന്ദർഭത്തിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചവരായിരുന്നു. അതുകൊണ്ട് നാമും ജീവിതത്തിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായി മാറുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നാം ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിൽ തവക്കുൽ, അതായത് ഭരമേൽപ്പിക്കുക, ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കും, അവർക്ക് ലഭിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. കേട്ടോളിൻ.